ബിഗ് ബോസിലെ ഒരു കിണ്ണം പ്രമോ വന്നിട്ടുണ്ട്. അതിൽ വായിച്ചെടുക്കാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അതായത് ആ പ്രമോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ആദ്യം പറയാം. അതായത് ലാലേട്ടൻ നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷേ ഇവിടെ നിൽക്കണോ പോണോ എന്ന്. അപ്പോൾ അനീഷ് പറയുന്നില്ല, എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അനീഷ് അവിടെ ഇരുന്നോളം പറഞ്ഞ് അനീഷിനെ സേവ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പ്രിയ സുഹൃത്ത് അനീഷിന്റെ പ്രിയ സുഹൃത്ത് അവിടെ നിൽക്കുവാണല്ലോ, അത് വിഷമമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വിഷമമുണ്ട് ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ പുള്ളിക്കാരൻ്റെ കൈ പിടിച്ച് ഇരുത്തിക്കോളം പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് വളരെ സന്തോഷമായിട്ട് വലിച്ചിരുത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേര് സേവായി, അനീഷ് സേവായി, ഷാനവാസ് സേവായി. അതിനോടൊപ്പം തന്നെ അക്ബർ പുറത്തു പോകുന്നു പറഞ്ഞുകൊണ്ടിരുന്ന കുറേ പേർക്ക് ഇപ്പോൾ ഒരു മറുപടി വന്നിട്ടുണ്ട്. അക്ബർ ആദ്യം തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, അക്ബർ നിങ്ങൾ അവിടെ ഇരുന്നോളൂ, നിങ്ങളും സേവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ സേവ്ഡ്, അനീഷ് സേവ്ഡ്, ഷാനവാസ് സേവ്ഡ്, 3 പേര് സേവാലോ. ഇനിയിപ്പോൾ ഉള്ളത് ആകെ 3 പേരും കൂടിയാണ്. അതായത് നമ്മുടെ നെവിൻ, അതുപോലെ തന്നെ ആദില, അതിനോടൊപ്പം തന്നെ സാബുമാൻ. ഇവർ 3 പേരെയും കൊണ്ടുപോയിട്ട് നമ്മുടെ മെയിൻ ഡോറിന് മുമ്പിൽ ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തിയേക്കാണ്, ഉറുമ്പുകൾ നിൽക്കുന്ന മാതിരി. എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിൽ 3 പേരിൽ ഒരാൾ ഈ ആഴ്ച പുറത്തു പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഡോർ ഇങ്ങനെ അടയ്ക്കുന്നുണ്ട്. അതോടെ പ്രമോ കട്ടാവുന്നുണ്ട്. എല്ലാവരും ടെൻഷനിൽ നിൽക്കുവാണ്. സത്യത്തിൽ ആ പ്രമോയിൽ മനസ്സിലാകുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഇല്ല. ഈ ഒരു ആഴ്ച ഒരാളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. പിന്നെ നെവിൻ പുറത്തു പോകുന്നു ഞാൻ ഒട്ടും പറയത്തില്ല. നെവിൻ ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. പിന്നെ ഉള്ളത് ആദില, സാബുമാൻ. ആദില സാബുമാനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സാബുമാനെ കാട്ടും ആദിലയുടെ അടുത്ത് നിന്നാണ് കുറച്ചും കൂടെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ഡിസേർവിംഗ് ആയിട്ട് മത്സരാർത്ഥിയും ആദില തന്നെയാണ് നമ്മുടെ സാബുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ യൂട്യൂബ് ആയിക്കോട്ടെ എവിടെ എടുത്ത് നോക്കിയാലും അൺഒഫീഷ്യൽ പോൾ റിസൾട്ടിൽ എല്ലാത്തിലും സാബുവിന് വളരെ കുറവ് വോട്ട് മാത്രമേ നേടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു 70% ഉറപ്പിച്ച് പറയാൻ സാബുവൻ പുറത്തു പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഷൂട്ടിംഗ് കണ്ടവരിൽ ഒരുപാട് പേര് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാബുവൻ പുറത്തു പോയിട്ടുണ്ടെന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കെങ്ങനെ ഒരു 85% ഉറപ്പിക്കാലോ. അങ്ങനെ സാബുവൻ തന്നെയായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്നത്. പുറത്തിറങ്ങിയ സാബുവൻ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ലാലേട്ടാ, എൻ്റെ ഒരു ജേണി വളരെ നീണ്ടുപോയി. ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിൽക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതേ അല്ല. ഞാനൊരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ പോകുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ഇന്ന് ഇത്രയും വോട്ട് ചെയ്ത് നിർത്തിയതിന് 1000 നന്ദികളൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടന് മുമ്പിൽ വളരെ അടിപൊളിയായിട്ട് സംസാരിച്ചിട്ട് പോകുന്ന നമ്മുടെ സാബുവിനെയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ ആഴ്ച ഇപ്പോൾ സത്യം പറഞ്ഞാൽ 8 പേര് നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു വ്യക്തിയെ പോയിട്ടുള്ളൂ. അപ്പോൾ 7 പേരായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഫിനാലെ വീക്കാണ് വരുന്നത്. അപ്പോൾ 7 പേരെയും കൊണ്ട് ഫിനാലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരാളെങ്കിലും കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ടോപ്പ് 6 ആയിരിക്കും ഈ ഒരു സീസണിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ മിഡ് വീക്ക് എവിക്ഷനിൽ അടിച്ച് പുറത്താക്കാനാണ് സാധ്യത കൂടുതലും. എന്തായാലും എപ്പിസോഡിൻ്റെ അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ച് പൊളിക്കുക.